കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കൂത്താട്ടുകുളം മണ്ണത്തൂർ ആടുകുഴിയിലെ പാറമടയിൽ നിന്നും ലോഡുമായി വന്ന ടിപ്പർ ഇടിച്ച് MVP പാലത്തിന്റെ കൈവരിയും കലുങ്കും തകർന്നു. ആറൂർ മണ്ണത്തൂർ റോഡിൽ MLA പടിയിൽ ടിപ്പറുകൾ തടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. കൂത്താട്ടുകുളം മണ്ണത്തൂർ ആടുകുഴിയിലെ പാറമടയിൽ നിന്നും ലോഡുമായി വന്ന ടിപ്പറിടിച്ച് MVP പാലത്തിന്റെ കൈവരിയും കലുങ്കും തകർന്നു. ആറൂർ മണ്ണത്തൂർ റോഡിൽ MLA പടിയിൽ നാട്ടുകാർ ടിപ്പറുകൾ തടഞ്ഞ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഒരു വണ്ടിയും വിടില്ല. അപ്പൊ അങ്ങനെ ഒന്ന് കോംപ്രമൈസിന് ഒരു നിൽക്കുകയും വേണ്ട. കോംപ്രമൈസ് ഇല്ല ഇതിൻ്റെ അകത്ത്. ആ വണ്ടി ഇടിച്ചല്ല മറ്റുള്ളവരൊക്കെ ഞങ്ങൾ ചോദിച്ചാ ഞാൻ ഇത് ഇത്ര ഉള്ളൂ, ഇത്ര ഇങ്ങനെ തൂത്തുള്ളൂ സാറേ. ഇത് സാറ് ഒരു കല്ല് കെട്ടി പാടുക. ഞാൻ ഈ ഇതുപോലത്തെ പാട് വേറെ കമ്പി കമ്പി റോട്ടിലിറക്കാൻ ഓടിച്ചിട്ട് വണ്ടിയിൽ ആ വണ്ടി തന്നെ കെട്ടി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയില്ല. നിങ്ങൾ ഇത് നിങ്ങളുടെ തോന്നാസത്തിന് എന്തും ചെയ്യാനായിട്ട് ഇവിടുന്ന് പോകാനാണ് കരുതെങ്കിൽ നടക്കില്ല. സാറിന് ഉറപ്പുണ്ടോ ഈ വണ്ടിയെ തട്ടിയത്? സാറിന് ഉറപ്പുണ്ടോ? ഞാനത് ചോദിക്കുന്നുള്ളൂ. പുള്ളി പറയുന്നു കുറ്റം ചെയ്ത ആള് പറയണു എന്റെ വണ്ടിയാണ് ഞാൻ തട്ടിയത് പുള്ളി പറയണു. അതല്ല വേറെ വണ്ടിയാണ് കണ്ടാരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടിയിൽ, അതായത് ഈ വണ്ടി തട്ടിയാലും വണ്ടിയിൽ കൂട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഈ വണ്ടിയല്ല ഇന്ന വണ്ടി തട്ടിയാൽ നിങ്ങൾ ദൃശ്സാക്ഷി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരിടത്ത് ഒരു വണ്ടി തട്ടിയിട്ട് ഇവിടുന്ന് പോയി നേരെ ഇവിടുത്തെ ആളുകൾ എഴുന്നേക്കുന്നതിന് മുമ്പ് ഇവര് പണി തുടങ്ങി ഇവര് ബോളിൽ നിന്ന് ലോഡ് എടുത്തിട്ട് വന്നിട്ട് ഈ സാധനം അവിടെ പൊളിച്ചിട്ട് പോയി. തൊട്ടടുത്ത് ഇറങ്ങുന്ന വീട്ടിലെ ആളുകൾ എഴുന്നേറ്റ് വന്നിട്ട് ഒരു വണ്ടിയൊക്കെ പോണേ കാണുള്ളൂ. ഇതിൽ എത്ര 10-100 ടിപ്പറിന്റെ മേളിൽ ഇവിടെ ഓടുന്നുണ്ട്. ഇതിൽ ഏത് വണ്ടിയാണ് എന്നിട്ട് ഈ ഒരു വണ്ടിയും കൊണ്ട് തന്നിട്ട് ബാക്കിയുള്ള മെമ്പർ പറഞ്ഞ മൊത്തം മെഷീൻ കൊടുത്തിരിക്കാൻ വേണ്ടിയല്ല, ഈ പാലത്തിന്റെ ഇറിഗേഷന്റെ പാലം പൊളിച്ചേർത്ത് അതിന് നിങ്ങൾ നടപടി എടുത്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, മറ്റു വിഷയങ്ങൾ പിന്നെ നിൽക്കുക. മറ്റു വിഷയങ്ങൾ ആ വിഷയം പരിഹരിക്കപ്പെടാതെ ഇവിടുത്തെ പ്രശ്നം തീരില്ല. തുടർന്ന് പോലീസ് എത്തി ടിപ്പറുകൾ കസ്റ്റഡിയിലെടുത്തു. ടിപ്പറുകൾ പരിശോധിച്ച പോലീസ് അമിതഭാരം കയറ്റിയതായി ടിപ്പറുകൾ പരിശോധിച്ച പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പാലം അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ നേരത്തെയും പരാതി നൽകിയിരുന്നു. തിരുമാറാടി പഞ്ചായത്തിലെ ആടുകുഴിയിലെ പാറമടയിൽ നിന്ന് 70 ടണ്ണിലേറെ ഭാരം വഹിച്ചുള്ള നൂറുകണക്കിന് ലോഡുകൾ ഇതുവഴി സഞ്ചരിക്കുന്നതാണ് പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് രാവിലെ പാറമടയിൽ നിന്ന് ലോഡ് കയറ്റി വന്ന അമിതമായിട്ട് ഭാരം കയറ്റി വന്ന ഒരു വണ്ടി ഇതിൽ പോയ സമയത്താണ് ഈ പാലത്തിന്റെ കൈവരിയും പ്രൊട്ടക്ഷൻ പാലം പൊളിഞ്ഞു പോകുന്നത്. ഈ പാലം അതീവ ഗുരുതരമായ അപകടാവസ്ഥയിലാണ്. പല പ്രാവശ്യം ഇത് ഞങ്ങൾ ഇവിടുത്തെ അധികാരികളുടെ മുമ്പിൽ ഈ വിഷയം പരിശോധിക്കണമെന്ന് പറഞ്ഞ് മൈനിങ് ആൻഡ് ജിയോളജിയിൽ അടക്കം ഞാൻ പരാതി കൊടുത്തിട്ടുള്ളതാണ്. നാളെ ഇതുവരെ അതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയോ ഒരു പരിഹാരമോ ഞങ്ങൾക്ക് ഇതുവരെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഈ പാറമട ഈ കഴിഞ്ഞ മഴക്കാലത്ത് അതിരൂക്ഷമായ മഴയുണ്ടായ സമയത്ത് ഞാൻ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ജിയോളജി ടീമും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമും ഇവിടെ വന്ന് ഈ പാറമട പരിശോധിക്കുകയും മൈനിങ് പ്ലാൻ പ്രകാരം അല്ലാതെ ഇവിടെ പാറമട പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പാറമടയുടെ പ്രവർത്തനം കുറച്ചു കാലത്തേക്ക് നിരോധിക്കുകയും ചെയ്തിട്ടുള്ളതായിരുന്നു. ആ നിരോധിച്ചതിന് ശേഷം രണ്ടാമത് ഇവർ വീണ്ടും റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ വീണ്ടും മൈനിങ്ങിൽ ചെന്നിട്ട് അവരോട് ചോദിച്ചു, ഇത് എന്തുകൊണ്ടാണ് ഈ പാറമടയ്ക്ക് രണ്ടാമതും പ്രവർത്തനാനുമതി കൊടുത്തതെന്ന് ചോദിച്ചു. അത് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് അത് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഞാനൊരു ജനപ്രതിനിധിയാണ്, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ തന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഷോപ്പിംഗ് അവർക്ക് കൊടുക്കുകയും നിർത്തിവെക്കുകയും ചെയ്തത്. അതിനുശേഷം ഇത് രണ്ടാമത് റീഓപ്പൺ ചെയ്യാൻ അവർ എന്ത് റെക്ടിഫിക്കേഷനാണ് ഇതിൻ്റെ അത് നടത്തിയേക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. ഞാൻ രണ്ടാമത് വീണ്ടും ഇപ്പോൾ വിവരാവകാശം വെച്ച് ചോദിച്ചേക്കാണ്. എന്ത് കാര്യം നമ്മൾ ഈ അധികാരികളുടെ അടുത്ത് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ പ്രിപ്പയർഡാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ പ്രിപ്പയർഡാണ്. പാലത്തിന്റെ അടിവശത്തെ സംരക്ഷണ ഭിത്തിയിൽ നിന്ന് സിമന്റ് അടർന്നു വീണത് കാണാൻ സാധിക്കും. മണ്ണ് ബണ്ടിലാണ് കനാൽ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അക്വഡേറ്റ് ഭാഗങ്ങളിൽ 4 ചക്ര വാഹനങ്ങൾ പോകാൻ മാത്രമാണ് അനുമതിയുള്ളത്.
കനാൽ ബണ്ട് റോഡുകളിലും പാലങ്ങളിലും വലിയ വാഹനങ്ങൾ നിരോധിച്ചില്ലെങ്കിൽ ജലസേചന വകുപ്പിന് കോടികളുടെ നഷ്ടമുണ്ടാകും. കനാൽ തകർന്നാൽ നിരവധി പേരുടെ കുടിവെള്ളം മുടങ്ങുകയും ആയിരക്കണക്കിന് ഏക്കർ കൃഷി നശിക്കുകയും ചെയ്യുമെന്നും നാട്ടുകാർ പറയുന്നു. നിശ്ചിത ഉയരത്തിലധികം ലോഡ് വരുന്ന വാഹനങ്ങളെ തടയുന്ന ക്രോസ് ബാറുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനുശേഷം ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ഇടിഞ്ഞിരിക്കുക. പരിശോധിക്കണം, നിങ്ങൾ മാധ്യമപ്രവർത്തകർ വന്ന് നിങ്ങളിത് പരിശോധിക്കണം. ഈ റോഡ് ഇടിഞ്ഞു ഏത് നിമിഷവും താഴേക്ക് പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണ്. ഇത് മണ്ണ് ബണ്ടാണ്. ഇതിൻ്റെ അധികാരികൾ വന്നിട്ട് ഈ പാലത്തിൻ്റെ സ്റ്റെബിലിറ്റിയും ഈ റോഡിൻ്റെ നിലവിലുള്ള അവസ്ഥയും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ പ്രശ്നം ഞങ്ങൾ തീർക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മലഞ്ചെരുവിൽ കൂട്ടിയിട്ട് 1000-ലേറെ ലോഡ് മണ്ണ് സമീപത്തെ അങ്കണവാടിക്കും വീടുകൾക്കും ഭീഷണിയാണ്. പാട കണ്ടെത്താനായി ആടുകുഴി മല തുരന്ന മണ്ണാണ് മലയുടെ ചെരുവിൽ അശാസ്ത്രീയമായി വലിയ കൂനിയായി കൂട്ടിയിട്ടിരിക്കുന്നത്. പാറമടയിലെ വലിയ സ്ഫോടനം മൂലം നിരവധി വീടുകൾക്ക് വിള്ളലുണ്ടാവുകയും ചെയ്തു. ലോഡുകൾ അമിത ഭാരം കയറ്റി ഓടുന്നതിനാൽ അടുത്തിടെ നവീകരിച്ച ചൂണ്ടി പണ്ടപ്പള്ളി സെൻട്രൽ ക്രോസ് റോഡും തകർന്നു. നിയമലംഘനം നടത്തിയ ആടുകുഴി പാറമട പ്രവർത്തനം അടിയന്തരമായി നിർത്തണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. തുടർന്ന് സബ് കളക്ടർ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ പാറമട പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. A1 ടെക്സ്റ്റൈൽ മൂവാറ്റുപുഴ. നിങ്ങൾക്ക് ആവശ്യമായ ഗുണമേന്മയേറിയ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ. ട്രെൻഡി സാരികൾ, ചുരിദാർ മെറ്റീരിയൽസ്, റണ്ണിംഗ് മെറ്റീരിയൽസ്, ബ്രാൻഡഡ് ഷർട്ടുകൾ, ലെഗിൻസ്, ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ. ടോപ്പുകൾ, ബെഡ്ഷീറ്റുകൾ, കിഡ്സ് വെയർ തുടങ്ങി ഹജ്ജ്, ഹിജാബ്, പർദ്ദ, ധോത്തീസ്, ഇന്നർ വെയർ, ഷർട്ട്, ധോത്തി, ജീൻസ്, കുർത്തീസ്, സ്കൂൾ യൂണിഫോംസ്, സാരി, ടോപ്സ്, നൈറ്റി ക്ലോത്ത്, സ്പോർട്സ് പാന്റ്സ്, ഷോർട്സ്, ടീ-ഷർട്ട്സ് എന്നിവയുടെ അതിവിപുലമായ ശേഖരം. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകി ജനവിശ്വാസം നേടിയ A1 ടെക്സ്റ്റൈൽ ഈ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. A1 ടെക്സ്റ്റൈൽ, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. ഫോൺ 919846146786.